വിഖ്യാത ഇംഗ്ലീഷ് സാഹിത്യകാരനായ ചാൾസ് ഡിക്കൻസ് എഴുതി 1837-39 ഇടയിൽ പുറത്തുവന്ന നോവലാണ് ഒലിവർ ട്വിസ്റ്റ്. ഒലിവർ എന്ന അനാഥ ബാലന്റെ അനുഭവങ്ങളിലൂടെ 19-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിന്റെ സാമൂഹിക അവസ്ഥകളെ കാണിച്ചു തരുന്ന ലോക ക്ലാസിക്കുകളിലൊന്ന ഈ നോവൽ മലയാളം ഉൾപ്പെടെ അനേകം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ഒലിവർ പിന്നീട് ലണ്ടൻ നഗരത്തിലേക്ക് എത്തിപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കള്ളന്മാരുടെ സംഘത്തോടൊപ്പം ചേരുകയും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് നോവലിന്റെ കഥാപരിസരം. ഒരുപാട് സിനിമകൾക്കും നാടകങ്ങൾക്കും TV ഷോകൾക്കും ആധാരമായ ലോകപ്രശസ്തമായ നോവലിന്റെ ചലച്ചിത്ര പതിപ്പുകളിലൊന്നാണ് റോമൻ പൊലാൻസ്കി സംവിധാനം ചെയ്ത് 2005 പുറത്തുവന്ന ഒലിവർ ട്വിസ്റ്റ് എന്ന സിനിമ. ഒലിവറിന്റെ ഈ കഥ തുടങ്ങുന്നത് 1830-കളിൽ ബ്രിട്ടനിലെ മഡ്ഫോഗ് എന്ന ഗ്രാമത്തിലാണ്. തന്റെ ജനനത്തോടെ അമ്മ മരിച്ചുപോയ അച്ഛൻ ആരാണ് എന്ന് പോലും അറിയാത്ത 9 വയസ്സുകാരനെ ഗ്രാമത്തിലെ ബീഡിലായ മിസ്റ്റർ ബംബിൾ എത്തിക്കുന്നത് അനാഥ കുട്ടികൾക്കായുള്ളൊരു തൊഴിൽശാലയിലേക്കാണ്. അനാഥാലയത്തിന്റെ അധികാരികൾ അവനോട് പരുഷമായി അവന്റെ പേര് ചോദിച്ചപ്പോൾ വിങ്ങിപ്പൊട്ടി അവന്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല. ചോദ്യങ്ങൾ കേട്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടിട്ടാവണം അധികാരികൾ അവനോട് കൂടുതലൊന്നും ചോദിച്ചതുമില്ല. ഇനി മുതൽ നീ ഇവിടെയാണ് താമസിക്കുന്നത്, മറ്റുള്ള കുട്ടികളെപ്പോലെ നിന്നെയും ഇവിടെ ഒരു തൊഴിൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് കുഞ്ഞൊലിവറിനെ അവരെ അനാഥാലയത്തിലേക്ക് പ്രവേശിപ്പിച്ചു. തീർത്തും ഉപയോഗശൂന്യമായ കയറുകളിൽ നിന്ന് നാരുകൾ വേർതിരിക്കുന്നതായിരുന്നു അവർ പറഞ്ഞ ആ ജോലി. ഒലിവറിന്റെ കയ്യിലും കുറച്ച് കയറുകൾ നൽകി തൊട്ടരികിലിരിക്കുന്ന കുട്ടി ചെയ്യുന്നത് പോലെ ചെയ്തുകൊള്ളാൻ കുട്ടികൾക്ക് പരിശീലനം നൽകിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ അവനോട് പറഞ്ഞു. എന്തിനാണ് ഈ നാരുകൾ ഇങ്ങനെ വേർതിരിക്കുന്നത് എന്ന സംശയം ഒലിവർ അയാളോട് ചോദിച്ചു. ഈ നാരുകൾ കൊണ്ട് പുതിയ കയറുകൾ ഉണ്ടാക്കി നമ്മുടെ പടക്കപ്പലുകളിൽ ഉപയോഗിക്കും. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഒലിവർ തൻ്റെ ജോലി തുടങ്ങി. ജോലിയെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ആ കുട്ടികൾ ഉറങ്ങുമ്പോഴാണ് തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു കുട്ടി ഉറക്കം വരാതെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങുന്നത്. എന്താണ് കാര്യമെന്ന് ബാക്കി കുട്ടികൾ അന്വേഷിച്ചപ്പോൾ വിശന്നിട്ട് അവൻ ഉറക്കം വരുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത്. എന്നാൽ അവൻ മാത്രമായിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം വിശന്ന് തന്നെയാണ് ഉറങ്ങാൻ കിടന്നത്. കാരണം ആ കുട്ടികളുടെ വിശപ്പ് മാറാനും മാത്രമുള്ള ഭക്ഷണം അവരാ കുട്ടികൾക്ക് നൽകിയിരുന്നില്ല. ചെറിയൊരു തവിയിൽ വിളമ്പുന്ന കുഴമ്പ് പരുവത്തിലുള്ള ഗോതമ്പ് സൂപ്പ് വയറ് കത്തി നിൽക്കുന്ന ആ കുട്ടികളുടെ വിശപ്പ് മാറ്റാനും മാത്രം ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ കുട്ടികൾ അത് കഴിച്ച് ഒട്ടിയ വയറുമായി വീണ്ടും തങ്ങളുടെ ജോലി തുടർന്നു. പക്ഷെ പിന്നെയും ഇത് തുടർന്നപ്പോൾ ആരും ധൈര്യപ്പെടാത്തൊരു കാര്യം ചെയ്യാൻ തന്നെ ഒലിവർ തീരുമാനിച്ചു. അവൻ ധൈര്യപൂർവ്വം തനിക്ക് കുറച്ചുകൂടി ഭക്ഷണം വേണമെന്ന് തങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്ന ആ മനുഷ്യനോട് ആവശ്യപ്പെട്ടു. പക്ഷെ അതിന് ആ മനുഷ്യന്റെ ചൂരലാണ് അവന് മറുപടി നൽകിയത്. വീണ്ടും അവനെ തല്ലാനായി അയാൾ അവനെ ആ മുറി മുഴുവൻ ഓടിച്ചുവെങ്കിലും തല്ല് കിട്ടാതെ ഒലിവർ ഓടി മാറിയതോടെ ആ അധികാരിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. വേഗം തന്നെ അയാൾ ബംബിളിനെയും കൂട്ടി മേലധികാരികളുടെ അടുത്തേക്കെത്തി വിവരമറിയിച്ചു. തീന്മേശ നിറഞ്ഞിരുന്ന വിഭവങ്ങൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന അധികാരികൾക്ക് രണ്ടാമത് ഭക്ഷണം ചോദിച്ച ഒലിവറിന്റെ ആ ധാർഷ്ട്യം തീരെ ദഹിച്ചില്ല. അവനെ അനാഥാലയത്തിൽ നിന്ന് പുറത്താക്കാൻ തന്നെ മേലധികാരികൾ തീരുമാനിച്ചു. പിറ്റേന്ന് അനാഥാലയത്തിന്റെ കവാടത്തിന് മുന്നിലൂടെ കടന്നുപോയ ചിമ്മിനികൾ വൃത്തിയാക്കുന്ന ഗാംഫീൽഡ് എന്ന മനുഷ്യൻ മതിലൊരു പരസ്യക്കടലാസ് കണ്ടു. വെറും 5 പൗണ്ട് നൽകിയാൽ നിങ്ങളുടെ സഹായിയായി ആരോഗ്യവാനായ ഒരു ബാലനെ നൽകുമെന്നായിരുന്നു പരസ്യത്തിലെ വാഗ്ദാനം. ഇത് കണ്ട് വെറും 5 പൗണ്ടിന് ജോലി ചെയ്യിക്കാൻ ഒരു കുട്ടിയെ കിട്ടുമെന്ന് മനസ്സിലാക്കി വേഗം തന്നെ അയാൾ അധികാരികൾക്കടുത്തേക്ക് എത്തി 5 പൗണ്ട് നൽകി. ചിമ്മിനി വൃത്തിയാക്കുന്നത് അപകടം പിടിച്ച പണിയാണെന്ന് അറിയാമായിരുന്നുവെങ്കിലും എങ്ങനെയെങ്കിലും ഒലിവറിനെ ഒഴിവാക്കണമെന്നുള്ള അധികാരികൾ മറ്റൊന്നും നോക്കാതെ അവനെ അയാൾക്കൊപ്പം അയക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അതിനുള്ള അനുവാദം വാങ്ങാനായി അവർ മജിസ്ട്രേറ്റിനടുത്തേക്ക് എത്തിയപ്പോഴാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. മജിസ്ട്രേറ്റ് ഉത്തരവ് ഒപ്പിടാൻ തുടങ്ങും മുൻപ് തൻ്റെ മുന്നിൽ നിന്ന് ആ കുട്ടി കരയുന്നതാണ് അയാൾ കണ്ടത്. എന്താണ് കാര്യമെന്ന് അയാൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഈ മനുഷ്യനൊപ്പം പോകണ്ട എന്നാണ് ഒലിവർ മറുപടി പറഞ്ഞത്. ഗാംഫീൽഡ് ഒരു ക്രൂരനാണ് എന്നും ദയവില്ലാത്തവനാണ് എന്നും ഒലിവറിന് അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിരുന്നു. തൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്ന കുട്ടിയുടെ അപേക്ഷ കേട്ട് കനിവ് തോന്നിയ മജിസ്ട്രേറ്റ് ആ ഉത്തരവിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു. വീണ്ടും അയാൾ ഒലിവറിനെ ബംബിളിനെ തന്നെ ഏൽപ്പിച്ചു. ഈ കുട്ടിയോട് കുറച്ച് ദയവോടെ പെരുമാറാൻ മജിസ്ട്രേറ്റ് ബംബിളിനെ ശാസിച്ചു. വീണ്ടും ഒലിവർ തനിക്ക് ബാധ്യതയായതോടെ ബംബിൾ സമീപിക്കുന്നത് ഇടവകയിലെ ശവസംസ്കാര ചടങ്ങുകൾ ഏറ്റെടുത്ത് നടത്തുന്ന മിസ്റ്റർ സോവർബെറിയാണ്. തൻ്റെ ജോലികൾക്കൊരു സഹായിയെ കൂടി ആവശ്യമുള്ളതുകൊണ്ടും ഒരനാഥ ബാലനെ സഹായിക്കാമെന്ന് കരുതിയിട്ടും സോവർബെറി ഒലിവറിനെ ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു.
അന്ന് രാത്രി തന്നെ ബംബിൾ ഒലിവറിനെയുമായി സോവർബറിയുടെ വീട്ടിലേക്കെത്തി. സോവർബറി സ്നേഹത്തോടെയും അനുകമ്പയോടെയും അവനോട് പേര് ചോദിച്ചപ്പോൾ ഇവന്റെ പേര് ഒലിവർ ട്വിസ്റ്റ് എന്നാണെന്നും താനാണ് ആ പേര് നൽകിയത് എന്നും ബംബിൾ അവകാശപ്പെട്ടു. സോവർബറിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും വീട്ടിലെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്ന അയാളുടെ ഭാര്യ മിസ്സിസ് സോവർബറി ആയിരുന്നു. തൻ്റെ ഭർത്താവ് കൊണ്ടുവന്ന ആ കുട്ടിയെ കണ്ട ഉടൻ തന്നെ ഇവൻ തീരെ കൊച്ചുകുട്ടിയാണല്ലോ എന്നാണ് ആ സ്ത്രീ നിരാശപ്പെട്ടത്. അത് ഒലിവറിനോട് സഹതാപം തോന്നിയിട്ടായിരുന്നില്ല, കൊടുക്കുന്ന ഭക്ഷണത്തിനുള്ള ജോലി അവനെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്ന് കരുതിയിട്ടായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ വിശാല മനസ്കതയെ ശപിച്ചുകൊണ്ട് അവർ ആ കുട്ടിയെ വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. നായ്ക്ക് കൊടുക്കാൻ മാറ്റിവെച്ച ഭക്ഷണത്തിലൊരു പങ്ക് ഇവന് കൊടുക്കാൻ അവർ പറഞ്ഞപ്പോൾ ജോലിക്കാരി ഷാർലറ്റ് വരണ്ട് തണുത്ത റൊട്ടി കഷ്ണങ്ങളും മറ്റും ആ മേശപ്പുറത്തേക്ക് എടുത്തു വെച്ചു. നന്നേ വിശന്നിരുന്നതിനാൽ അവൻ ഒലിവർ അത് രുചിയോടെ കഴിക്കുന്നത് കണ്ട് മിസ്സസ് സോവർബറിക്ക് യാതൊരു സഹതാപവും അവനോട് തോന്നിയില്ല. എന്തു കൊടുത്താലും ഇവൻ കഴിച്ചുകൊള്ളുമെന്ന് ആ സ്ത്രീ ആശ്വസിച്ചു. ശേഷം അന്ന് രാത്രിയിൽ ഉറങ്ങാനായി അവർ ഒലിവറിന് ശവപ്പെട്ടികൾ അടുക്കി വെച്ചിരുന്ന മുറിയിലെ മേശക്കടിയിൽ ഒരു ഇടവം കൊടുത്തു. ചെറിയ പേടിയോടെ അതിനുള്ളിൽ കിടന്നുറങ്ങിയ ഒലിവർ രാവിലെ എണീക്കുന്നത് വാതിലിൽ ശക്തമായ തട്ടുകേട്ടാണ്. സോവർബറിയുടെ മറ്റൊരു സഹായിയായ നോഹ എന്ന കുട്ടിയായിരുന്നു അത്. ഒലിവറിനെ കണ്ടപ്പോൾ തന്നെ നീ എനിക്ക് കീഴിലാണ് ജോലി ചെയ്യുന്നത്, മനസ്സിലായോ എന്ന് നോഹ അധികാരം സ്ഥാപിച്ചു. നോഹ ഒലിവറിനെ പോലെ ഒരു നിസ്സഹായനല്ലാത്തത് കൊണ്ടാവാം കഴിക്കാൻ അവന് കിട്ടിയിരുന്നത് മൊരിച്ച പന്നിയിറച്ചിയും ബ്രെഡുമാണ്. പാവം ഒലിവറിനാകട്ടെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും. എങ്കിലും ആ ഭക്ഷണം അവന് തികയുമായിരുന്നു എന്നുള്ളതുകൊണ്ട് യാതൊരു പരിഭവമില്ലാതെ ഒലിവർ അത് കഴിച്ചു. ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം കൃത്യമായി ചെയ്യുന്ന മര്യാദയും അനുസരണയും ഓമനത്വമുള്ള ഒലിവറിനെ ഭാര്യയുടെ സമ്മതത്തോടെ തൻ്റെ ഒപ്പം സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാൻ തന്നെ സോവർബറി തീരുമാനിച്ചു. വൃത്തിയുള്ള കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് സോവർബറിക്കൊപ്പം ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒലിവറിനെ കണ്ടപ്പോൾ നോഹയ്ക്ക് നന്നേ ദേഷ്യം വന്നു. താൻ ഇത്ര നാളും ഇവിടെ ജോലി ചെയ്തിട്ടും സോവർബറി തനിക്കിങ്ങനെ ഒരു അവസരം തന്നിട്ടില്ല. തൻ്റെ ആ ദേഷ്യം ഒലിവറിനോട് തീർക്കാൻ തന്നെ നോഹ തീരുമാനിച്ചു. വൈകിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നോഹ ഒലിവറിൻ്റെ മരിച്ചുപോയ അമ്മയെക്കുറിച്ച് മോശം പറയാൻ ആരംഭിച്ചു. നിർത്താൻ ഒലിവർ ആവശ്യപ്പെട്ടിട്ടും നോഹ ഇത് തുടർന്നതോടെ ദേഷ്യം വന്ന ഒലിവർ അവന് നേരെ പാഞ്ഞെടുത്തവനെ നിലത്ത് വീഴ്ത്തി മുഖത്ത് ശക്തിയെ ഇടിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് തന്നെ മിസ്സിസ് സോവർബറിയും ജോലിക്കാരിയും വന്നവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ഒലിവർ വിട്ടുകൊടുത്തില്ല. ദേഷ്യം വന്നവൻ അക്രമാസക്തനായതോടെ മറ്റു വഴികളില്ലാതെ അവർ ഒലിവറിനെ കൽക്കരി സൂക്ഷിക്കുന്ന ആ മുറിയിൽ പൂട്ടിയിട്ടു. പിന്നാലെ നോഹ ബംബിളിനെയുമായി അവിടേക്ക് വന്നുവെങ്കിലും അപ്പോഴും ഒലിവറിന്റെ ദേഷ്യം മാറിയിരുന്നില്ല. നിങ്ങൾ ഇവൻ ഒരുപാട് ഭക്ഷണം കൊടുത്തതിന്റെ അഹങ്കാരമാണിത് എന്ന് ബംബിൾ മിസ്സസ് സോവർബറിയെ കുറ്റപ്പെടുത്തി. അപ്പോഴേക്കും മിസ്റ്റർ സോവർബറി അവിടേക്കെത്തി അവനെ മുറിക്ക് പുറത്തിറക്കിയെങ്കിലും ദേഷ്യം മാറാത്ത ഒലിവർ നോഹ തന്റെ അമ്മയെ മോശം പറഞ്ഞുവെന്ന് സോവർബറിയോട് പറഞ്ഞു. പക്ഷെ അപ്പോഴും നോഹയെ ന്യായീകരിച്ച മിസ്സസ് സോവർബറി കള്ളം പറയുന്നതാണ് എന്ന് ഒലിവർ പറഞ്ഞപ്പോൾ ഇവനെ ശിക്ഷിക്കാനാണ് ആ സ്ത്രീ സോവർബറിയോട് പറഞ്ഞത്. മറ്റു വഴികളില്ലാതെ മനസ്സില്ലാ മനസ്സോടെ സോവർബറിക്ക് ഒലിവറിനെ തല്ലേണ്ടി വന്നു. പക്ഷെ അന്നത്തെ ആ സംഭവത്തോടെ ഒലിവർ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അന്ന് രാത്രി പുലർന്നതോടെ ഒലിവർ കുറച്ച് ഭക്ഷണവും പൊതിഞ്ഞുകെട്ടി ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കുറെ ദൂരം അങ്ങനെ ഓടിയവൻ ആരും പിന്നാലെ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി വിജനമായ ആ വഴിയിലൂടെ പതിയെ മുന്നോട്ട് നടന്നു. പക്ഷെ അപ്പോഴും എവിടേക്കാണ് പോവേണ്ടത് എന്ന് അവന് യാതൊരു ധാരണയുമില്ല. അങ്ങനെ നടന്ന് തളർന്നവനൊരു മയിൽക്കുറ്റിയിൽ വന്നിരുന്നപ്പോഴാണ് അവനത് കണ്ടത്. മയിൽക്കുറ്റിയിൽ ലണ്ടൻ 70 മൈലുകൾ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുവരെ ലക്ഷ്യമൊന്നുമില്ലാതെ നടന്ന ആ കുട്ടിക്ക് ആരോ വഴികാട്ടി കൊടുക്കുകയായിരുന്നു. വൈക്കോൽ കൂനകൾ ഉറങ്ങിയും മഴവെള്ളം കുടിച്ചും കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം കുറേശ്ശെ കഴിച്ചും ഒലിവർ ലണ്ടൻ നഗരം ലക്ഷ്യം വെച്ച് നടന്നു തുടങ്ങി. കാലിലെ ഷൂ എല്ലാം ഇതിനോടകം തുന്നൽ വിട്ട് കീറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും തേഞ്ഞു തീരാറായ ഷൂവും ഇട്ടവൻ നടന്നുകൊണ്ടേയിരുന്നു. വഴിയിൽ കണ്ട കുതിരവണ്ടികളിലെ മനുഷ്യരാരും അവനെ സഹായിച്ചില്ല. ഇടയ്ക്ക് സഹായം ചോദിച്ചു കയറിയ വീട്ടിലെ മനുഷ്യരെല്ലാം അവനെ ആട്ടി അകറ്റി. അങ്ങനെ പിന്നെയും നടന്നു തളർന്ന് ആ പാവം കുട്ടി ആ വഴിയിൽ വീണുപോയി. പക്ഷേ അവൻ്റെ ഭാഗ്യത്തിനെന്നോണം അവിടെ ആ വീട്ടിലുണ്ടായിരുന്ന വൃദ്ധ വഴിയിൽ വീണുപോയ ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞിരുന്നു. വിശന്ന് തളർന്നു വീണ കുഞ്ഞിനോട് കനിവ് തോന്നിയ വൃദ്ധ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വയറ് നിറയെ ചൂട് സൂപ്പ് കൊടുത്തു. എങ്കിലും അവനവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. അന്ന് രാത്രി അവിടെ ഉറങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ അവരോട് നന്ദി പറഞ്ഞ് ഒലിവർ വീണ്ടും യാത്ര തുടങ്ങി. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവൻ അങ്ങനെ ലണ്ടൻ നഗരത്തിലേക്കെത്തി. ചെരുപ്പില്ലാതെ അത്രയും ദൂരം നടന്ന് അവൻ്റെ കാലുകളിൽ ആകെ മുറിവുകളായിരുന്നു. തീരെ പരിചിതമല്ലാത്ത ആ നഗരത്തിൽ എവിടേക്ക് പോകണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ്
ഏകദേശം അവൻ്റെ പ്രായം തന്നെയുള്ളൊരു കുട്ടി അവൻ്റെ അടുത്തേക്ക് വന്നത്. മുൻപ് അവിടെ എങ്ങും കണ്ടിട്ടില്ലാത്ത ഒലിവറിനോട് നീ ആരാണ് എന്നും എവിടെ നിന്നാണ് വരുന്നത് എന്നുമൊക്കെ ആ കുട്ടി ചോദിച്ചറിഞ്ഞു. എന്തായാലും ഇവിടെ വിശന്നിരിക്കണ്ട, എൻ്റെ ഒപ്പം വന്നുകൊള്ളാൻ ആ കുട്ടി പറഞ്ഞപ്പോൾ ഒലിവർ എഴുന്നേറ്റ് അവനൊപ്പം നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് അവൻ സ്വയം പരിചയപ്പെടുത്തിയത്. ജാക്ക് ഡോക്കിൻസ് എന്നായിരുന്നു അവൻ്റെ പേര്. ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ അവൻ ആ തെരുവിലെ കടകളിൽ നിന്ന് റൊട്ടിയും ഇറച്ചിയും മോഷ്ടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ആ മോഷ്ടിച്ചതെല്ലാം വിശന്നിരുന്ന ഒലിവറിന് കഴിക്കാൻ വേണ്ടിയായിരുന്നു. സന്തോഷത്തോടെ അതെല്ലാം വാങ്ങി കഴിച്ച ശേഷം ഒലിവർ വീണ്ടും അവനെ അനുഗമിച്ചു. ജാക്ക് ഒലിവറിനെയുമായി എത്തുന്നത് തെരുവിന് നടുവിലുള്ള തകർന്നു വീഴാറായ പഴയ കെട്ടിടത്തിലേക്കാണ്. അവിടെ അവനെപ്പോലെ വേറെയും കുട്ടികളുണ്ടായിരുന്നു, ഒപ്പം ഒരു വൃദ്ധനും. കറ പിടിച്ച പല്ലുമായി കൂനി നടന്നിരുന്ന ആ വൃദ്ധൻ തൻ്റെ അരികിലേക്ക് വന്ന പുതിയ കുട്ടിയെയും സന്തോഷത്തോടെ സ്വീകരിച്ചു. ഫാഗിൻ എന്നായിരുന്നു അയാളുടെ പേര്. നിറയെ പട്ടുതുവാലകൾ നിരത്തിയിട്ടിരുന്ന ആ മേശക്കരികിൽ അവനെ ഇരുത്തി ഫാഗിൻ അവന് ചൂട് പാർന്ന മൊരിച്ച സോസേജ് നൽകി. വിശപ്പ് മാറും വരെ കഴിച്ചുകൊള്ളാനും അയാൾ അവനോട് പറഞ്ഞു. ഒലിവർ അത് കഴിക്കുമ്പോൾ ആ വൃദ്ധൻ അവിടെ ഇരുന്ന് തമാശകൾ പറയുകയും ആ കുട്ടികൾ അതിനെല്ലാം ആർത്തിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒലിവറും ആ സന്തോഷങ്ങളിൽ പങ്കുചേർന്നു. പക്ഷേ രാത്രിയിൽ ഫാഗിൻ അവന് കൊടുത്തത് ഒരു ഗ്ലാസ് മദ്യമാണ്. പേടിക്കേണ്ട, ഞങ്ങളും അത് കുടിക്കുന്നതാണ്, നീയും അത് കുടിച്ചുകൊള്ളാൻ അവിടെ പുകവലിച്ചുകൊണ്ടിരുന്ന ആ കുട്ടികൾ ഒലിവറിനോട് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കേട്ട് ഒലിവർ ആ മദ്യം ഫാഗിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഒലിവർ മയങ്ങി വീണു. പാവം കുട്ടി നന്നേ ക്ഷീണിച്ചുവെന്ന് പറഞ്ഞ് ഫാഗിൻ ഒലിവറിനെ അവിടുത്തെ കട്ടിലിൽ കിടത്തിച്ചു. ആ കുട്ടികൾ അവനെ തണുപ്പേൽക്കാതെ പുതപ്പിച്ചു. പിറ്റേന്ന് രാവിലെ കുട്ടികളെല്ലാം അവിടെ നിന്ന് പോയപ്പോഴും ഒലിവർ ഉറക്കമുണർന്നിരുന്നില്ല. അവൻ നല്ല ഉറക്കമാണ് എന്ന് കണ്ടപ്പോൾ ഫാഗിൻ ആ തറയിലെ അറയിൽ നിന്നൊരു പെട്ടി പുറത്തെടുത്തു. അതിനുള്ളിൽ നിറയെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും പോക്കറ്റ് വാച്ചുകളുമായിരുന്നു. എല്ലാം ആ കുട്ടികൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഫാഗിനെ ഏൽപ്പിച്ചതായിരുന്നു. ഫാഗിൻ ഇതെല്ലാം എടുത്ത് വീണ്ടും പരിശോധിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഒലിവർ ഉറക്കമുണരുന്നത്. വേഗം തന്നെ ഫാഗിനെ പെട്ടിയടച്ചൊരു കത്രികയുമായി വന്ന് നീ എന്താണ് കണ്ടത് എന്ന് അവനോട് ചോദിച്ചു. ഒലിവർ ആ പെട്ടിയിലെ വിലപിടിപ്പുള്ളതെല്ലാം കണ്ടുവെന്ന് മനസ്സിലായിരുന്നുവെങ്കിലും ഫാഗിൻ അവനെ വെറുതെ പേടിപ്പിക്കാൻ ചെയ്തതായിരുന്നു അത്. എനിക്ക് ഒരുപാട് വയസ്സാകുമ്പോൾ എൻ്റെ കയ്യിൽ സമ്പാദ്യം എന്തെങ്കിലും വേണ്ടേ, ഞാൻ അതിനുവേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണിതൊക്കെ. മോനിത് ആരോടും പറയരുത് എന്ന് ഫാഗിൻ പറഞ്ഞപ്പോൾ ഒലിവർ അത് തലയാട്ടി സമ്മതിച്ചു. അങ്ങനെ ഒലിവർ അന്ന് ഫാഗിനെ സഹായിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അന്നേ ദിവസം മോഷ്ടിച്ച സാധനങ്ങളുമായി ജാക്കും കൂട്ടരും അവിടേക്കെത്തി. ഫാഗിനാകട്ടെ അവർ മോഷ്ടിച്ചു കൊണ്ടുവന്ന ഭക്ഷണം ആ കുട്ടികൾക്ക് പകുത്തു നൽകി. കുട്ടികളെന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന കൂട്ടത്തിൽ പണമടങ്ങിയ പേഴ്സുകളും പട്ടുതുവാലകളും ഉണ്ടായിരുന്നു. ആരും അറിയാതെ ഇതെല്ലാം മോഷ്ടിക്കാനുള്ള ജാക്കിൻ്റെയും കൂട്ടരുടെയും വൈഭവത്തെക്കുറിച്ചാണ് ഫാഗിൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നീയും അവരെ കണ്ട് പഠിക്കണമെന്ന് ഫാഗിൻ ഒലിവറിനോട് പറഞ്ഞു. ഒലിവർ അതും തലയാട്ടി സമ്മതിച്ചു. അങ്ങനെ അന്ന് രാത്രിയിൽ തന്നെ അവർ ഒലിവറിനുള്ള പരിശീലനം ആരംഭിച്ചു. ഫാഗിൻ കീശയിലിട്ടിരിക്കുന്ന പോക്കറ്റ് വാച്ചും പട്ടുതുവാലയും പണവും എങ്ങനെ മോഷ്ടിക്കണമെന്ന് ആ കുട്ടികൾ ഒലിവറിന് കാണിച്ചു കൊടുത്തു. ഒലിവർ ആകട്ടെ അതെല്ലാം ആസ്വദിച്ച് കണ്ടുകൊണ്ടുമിരിക്കുകയാണ്. അങ്ങനെ അതിനിടയിലാണ് കുട്ടിമോഷ്ടാക്കളിലെ പെൺകുട്ടികളായ നാൻസിയും ബെറ്റും അവിടേക്ക് വരുന്നത്. ഫാഗിൻ തന്നെയായിരുന്നു അവരെയും മോഷണം പഠിപ്പിച്ചത്. പെൺകുട്ടികൾക്ക് പ്രായമായതോടെ അവർ മറ്റു പലയിടങ്ങളിലും താമസം തുടങ്ങിയിരുന്നുവെങ്കിലും എപ്പോഴും അവർ ഫാഗിനെ കാണാനായി എത്തുമായിരുന്നു. ഒരു കുഞ്ഞനുജനോടെന്ന പോലെ സ്നേഹത്തിലാണ് ആ പെൺകുട്ടികൾ ഒലിവറിനോടും പെരുമാറിയത്, പ്രത്യേകിച്ചും നാൻസി. അങ്ങനെ അന്ന് രാത്രിയിൽ ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് എല്ലാവരും അവിടെ നിന്ന് പോയപ്പോഴാണ് ഫാഗിൻ വീണ്ടും ഒലിവറിൻ്റെ പരിശീലനം തുടരുന്നത്. ഞാൻ ഈ ഷൂ പോളിഷ് ചെയ്യുമ്പോൾ ഞാനറിയാതെ എൻ്റെ കീശയിൽ നിന്ന് ഈ പട്ടുതുവാല എടുക്കാൻ ഫാഗിൻ ഒലിവറിനോട് പറഞ്ഞു. ജാക്കിൻ്റെയും കൂട്ടരുടെയും ശൈലികൾ സൂക്ഷ്മമായി കണ്ടുപിടിച്ച ഒലിവർ ആകട്ടെ ആ തുവാല നിഷ്പ്രയാസം കൈക്കലാക്കുകയും ചെയ്തു. അവൻ്റെ ആ പ്രകടനത്തിൽ സന്തോഷവാനായ ഫാഗിൻ അവന് ചിലവാക്കാൻ ഒരു ഷില്ലിങ്ങും താൻ അവന് വേണ്ടി പോളിഷ് ചെയ്തുകൊണ്ടിരുന്ന ഷൂവും സമ്മാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ കുട്ടിക്കള്ളന്മാരോടൊപ്പം ഒലിവറും ആ തെരുവിലേക്കിറങ്ങി. ജാക്കും ചാർലിയും ഒക്കെ നിഷ്പ്രയാസം ഓരോന്ന് മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒലിവറും അവർക്കൊപ്പം ആ തെരുവിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുസ്തകക്കടയുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ കീശയിൽ അവർ ഒരു പട്ടുതുവാല കാണുന്നത്. ജാക്കും ചാർലിയും പതിയെ അയാളുടെ അരികിലേക്ക് എത്തിയത് കൈക്കലാക്കുമ്പോൾ ഒലിവർ കുറച്ച് മാറിയാണ് നിന്നത്. പെട്ടെന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആ കടക്കാരൻ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ജാക്കും ചാർലിയും അവിടെ നോടിയെങ്കിലും ഒലിവർ ഒരു നിമിഷം സ്തംഭിച്ച് നിന്നുപോയി. അതോടെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒലിവറിന് പിന്നാലെയാണ് ഓടിയത്. കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ ഒലിവറിന് പിന്നാലെ ഓടുമ്പോൾ
കൂടുതൽ മനുഷ്യർ അവർക്കൊപ്പം ചേർന്നു. ഇതേ സമയം മറ്റൊരു വഴി ഓടിയ ജാക്കും ചാർലിയും ഒലിവറിനെ പിന്തുടരുന്ന ജനക്കൂട്ടത്തിനൊപ്പം ചേർന്നു. അങ്ങനെ ഒട്ടും പരിചയമില്ലാത്ത തെരുവിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഒലിവറിനെ പെട്ടെന്ന് അവിടെ നിന്നിരുന്നൊരു മനുഷ്യൻ മുഖത്തിടിച്ചു വീഴ്ത്തി. അപ്പോഴേക്കും തുവാല നഷ്ടപ്പെട്ട ബ്രൗൺലോ എന്ന മനുഷ്യനും പോലീസുകാരും അവിടേക്ക് എത്തിയതോടെ ജാക്കും ചാർലിയും അവിടെ നോടി രക്ഷപ്പെട്ടു. അങ്ങനെ ഒലിവറിനെയുമായി ബ്രൗൺലോയും പോലീസുകാരും മജിസ്ട്രേറ്റിന് മുന്നിലേക്കെത്തി. ആകെ തളർന്നു നിൽക്കുന്ന ആ കുട്ടിയോട് ബ്രൗൺലോയ്ക്കൊരു സഹതാപം തോന്നിയെങ്കിലും അവൻ തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈ കുട്ടി എൻ്റെ തുവാല മോഷ്ടിച്ചുവെന്ന് ബ്രൗൺലോ കോടതിയോട് പറഞ്ഞു. ഇതിനിടയിൽ ഒലിവർ തളർന്നു വീഴുന്നുണ്ടെങ്കിലും കുട്ടിക്കള്ളന്മാരെ ഒരുപാട് കണ്ടിട്ടുള്ള മജിസ്ട്രേറ്റ് അതവൻ്റെ അഭിനയമാണെന്നാണ് കരുതിയത്. ശിക്ഷയായി 3 മാസത്തെ കഠിനമായ ജോലിയാണ് അയാളവന് വിധിച്ചത്. എന്നാൽ അപ്പോഴേക്കും ഒലിവറിൻ്റെ രക്ഷയ്ക്കായി ആ പുസ്തകക്കടക്കാരൻ അവിടേക്കെത്തി. ഈ കുട്ടി നിരപരാധിയാണ് എന്നും മറ്റ് 2 കുട്ടികളാണത് ചെയ്തത് എന്നും അയാൾ കോടതിയെ അറിയിച്ചു. കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഒലിവർ ഓടിയതുകൊണ്ട് തന്നെ അവനാണ് തൻ്റെ പോക്കറ്റ് അടിച്ചതെന്ന് ബ്രൗൺലോയും തെറ്റിദ്ധരിച്ചിരുന്നു. തെറ്റുപറ്റിയത് തനിക്കാണ് എന്ന് മനസ്സിലായപ്പോൾ ആ കുട്ടിയോട് സഹതാപം തോന്നിയ ബ്രൗൺലോ ആരെങ്കിലും അവനെ അന്വേഷിച്ചു വരുന്നതുവരെ തൻ്റെ വീട്ടിൽ അവനെ നിർത്താമെന്നും വേണ്ട ചികിത്സകൾ നൽകാമെന്നും തീരുമാനിച്ചു. അങ്ങനെ അയാൾ അവനെയുമായി പെൻഡോവില്ലിലെ തൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഒലിവറിനെ പോലീസ് പിടിച്ചുവെന്നറിഞ്ഞ ഫാഗിൻ വല്ലാതെ പരിഭ്രാന്തനായി. അവൻ തങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പോലീസുകാരോട് പറയുമെന്ന് അയാൾ ഭയപ്പെട്ടു. അപ്പോഴേക്കും അവിടേക്ക് ഫാഗിൻ്റെ കൊള്ളസംഘത്തിലെ പ്രധാനിയായ ബില്ലും അയാളുടെ നായ ബുൾസയും എത്തി. ഫാഗിനും ജാക്കും അയാളോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായ ബില്ല് വേഗം തന്നെ പോലീസ് ഓഫീസിലെ കാര്യങ്ങൾ അന്വേഷിക്കാനായി ജാക്കിനെ പറഞ്ഞുവിടാൻ ശ്രമിച്ചുവെങ്കിലും അവൻ പോകാൻ തയ്യാറായില്ല. ഫാഗിൻ ഇക്കാര്യം നാൻസിയോട് പറഞ്ഞപ്പോൾ അവളും സമ്മതിച്ചില്ല. എങ്കിലും നാൻസിയുടെ കാമുകൻ കൂടിയായ ബില്ല് നിർബന്ധിച്ചപ്പോൾ അവൾ പോകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ തെല്ലൊരു ദുഃഖം അഭിനയിച്ച പോലീസ് ഓഫീസിലേക്കെത്തി തൻ്റെ അനുജനെ കാണാനില്ല എന്നവൾ ആ പോലീസുകാരോട് പറഞ്ഞു. അപ്പോൾ അയാൾ നാൻസിയെ ഒലിവറിനെ പിടിച്ചുകൊണ്ടുവന്ന ആ പോലീസുകാരനടുത്തേക്ക് കൊണ്ടുപോയി. നാൻസി പറഞ്ഞ ഏകദേശ രൂപം വെച്ച് അവളുടെ അനുജൻ ഇന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്ന ആ കുട്ടിയാണെന്ന് മനസ്സിലാക്കി ആ പോലീസുകാരൻ ഒലിവറിനെ കൊണ്ടുപോയ ബ്രൗൺലോയുടെ വിലാസം നാൻസിക്ക് നൽകി. ഇതേ സമയം കോടതിയിൽ മയങ്ങി വീണ ഒലിവർ ഇപ്പോഴും ബ്രൗൺലോയുടെ വീട്ടിൽ നല്ല ഉറക്കത്തിലായിരുന്നു. ബ്രൗൺലോയും ആ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന മിസ്സസ് ബെഡ്വിനും അവൻ ഉണരുന്നതും കാത്തടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്തൊരോമനത്തമാണ് ഈ കുട്ടിക്ക്, എനിക്കവനെ ഉപേക്ഷിച്ചു പോരാൻ തോന്നിയില്ല എന്ന് ബ്രൗൺലോ ആ സ്ത്രീയോട് പറഞ്ഞു. പിന്നീട് തൻ്റെ സുഹൃത്തായ ഗ്രിംവിഗിനോടും ബ്രൗൺലോ അത് തന്നെയാണ് പറഞ്ഞത്. ആ കുട്ടിയുടെ മുഖം കണ്ടാലറിയാം അവൻ്റെ ഉള്ളിൽ നന്മയുണ്ട് എന്ന്. പക്ഷെ അപ്പോഴും ഗ്രിംവിഗ് പറഞ്ഞത് ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നാണ്. എന്തായാലും ഒലിവർ അനാഥനാണ് എന്ന് മനസ്സിലായതോടെ അവനെ ഏറ്റെടുക്കാൻ തന്നെ ബ്രൗൺലോ തീരുമാനിച്ചു. അവന് നല്ല ഭക്ഷണം ഉണ്ടാക്കി നൽകണമെന്ന് ബ്രൗൺലോ മിസ്സസ് ബെഡ്വിനോട് ആവശ്യപ്പെട്ടു. ഒലിവറിൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റി വില കൂടിയ പുതിയ വസ്ത്രങ്ങൾ അയാൾ അവന് വാങ്ങി നൽകി. ബ്രൗൺലോയുടെ പുസ്തക ശേഖരമായിരുന്നു ഒലിവറിന് അതിശയം. എണ്ണമില്ലാത്ത അത്രയും പുസ്തകങ്ങൾ അയാൾ ആ വായനാമുറിയിൽ വൃത്തിയായി അടുക്കി വെച്ചിരിക്കുന്നു. കൗതുകത്തോടെ അവനത് നോക്കി നിൽക്കുന്നത് കണ്ട് വലുതാകുമ്പോൾ പുസ്തകം എഴുതാനാണോ മോൻ്റെ ആഗ്രഹമെന്ന് ബ്രൗൺലോ അവനോട് ചോദിച്ചു. എനിക്ക് പുസ്തകം എഴുതണ്ട, പുസ്തകങ്ങൾ വിൽക്കുന്ന ആളായാൽ മതിയെന്നായിരുന്നു ഒലിവറിൻ്റെ മറുപടി. സൗമ്യനും നിഷ്കളങ്കനും അതിലുപരി മുതിർന്നവരെ മാനിക്കുകയും ചെയ്യുന്ന ഒലിവറിനോട് ബ്രൗൺലോയ്ക്ക് ഓരോ നിമിഷവും സ്നേഹം കൂടി വരികയായിരുന്നു. എന്നാൽ ഒലിവറിനെ ബ്രൗൺലോ ഏറ്റെടുത്തതും അവനവിടെ സന്തോഷമായി ജീവിക്കുന്നതുമെല്ലാം ബില്ലും നാൻസിയും ആ വീടിന് പുറത്തുനിന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒലിവർ എന്തെങ്കിലും പുറത്തു പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് ഇരുവരും ഭയന്നു. അങ്ങനെ ഇരിക്കുകയാണൊരിക്കൽ കുറച്ച് പുസ്തകങ്ങൾ ആ പുസ്തകക്കടക്കാരനെ തിരികെ ഏൽപ്പിക്കാനായി ഒലിവറിനെ നഗരത്തിലെ ആ കടയിലേക്ക് അയക്കാൻ ബ്രൗൺലോ തീരുമാനിക്കുന്നത്. പുസ്തകങ്ങളും പണമായ ഒരു 5 പൗണ്ട് നൽകി ഒലിവറിനെ അയാൾ അവിടേക്ക് പറഞ്ഞയച്ചു. ശരിക്കും അതൊരു പരീക്ഷണം കൂടിയായിരുന്നു. കാരണം ഇപ്പോഴും ഒലിവറിനെ വിശ്വസിക്കാറായിട്ടില്ല എന്നാണ് ഗ്രിംവിഗ് പറഞ്ഞത്. അയാളുടെ ആ ധാരണ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു ബ്രൗൺലോ അങ്ങനെ ചെയ്തത്. എന്നാൽ നഗരത്തിലേക്കെത്തിയ ഒലിവറിനെ നാൻസിയും ബില്ലും പിടികൂടി. ഒലിവർ രക്ഷിക്കണേ എന്ന് കരഞ്ഞുവെങ്കിലും അവൻ തൻ്റെ അനുജനാണെന്നും വീട് വിട്ട് ഓടിപ്പോന്നതാണെന്നും നാൻസി പറഞ്ഞപ്പോൾ ചുറ്റും കൂടി നിന്ന മനുഷ്യർക്കൊന്നും സംശയം തോന്നിയില്ല. അങ്ങനെ അവർ അവനെ ഫാഗിൻ്റെ അടുത്തേക്ക് എത്തിച്ചപ്പോൾ ജാക്കും മറ്റു കുട്ടികളും അവൻ്റെ പുതിയ വേഷത്തെ പരിഹസിക്കുകയും അവൻ്റെ കീശയിലുണ്ടായിരുന്ന പണം കൈക്കലാക്കുകയും ചെയ്തു. എന്നെ തിരിച്ചയക്കണ്ട, പക്ഷേ ആ പുസ്തകവും പണവും മിസ്റ്റർ ബ്രൗൺലോയ്ക്ക് തിരികെ നൽകണമെന്ന് ഒലിവർ ഫാഗിനോട് അപേക്ഷിച്ചുവെങ്കിലും
നീ ഒരു കള്ളനല്ലേ, നീ അത് മോഷ്ടിച്ചുവെന്ന് അയാൾ കരുതട്ടെ എന്നാണ് ഫാഗിൻ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഒലിവർ അവിടെ നിന്നിറങ്ങി ഓടിയപ്പോൾ എല്ലാവരും അവന് പിന്നാലെ ഓടിയെങ്കിലും ബില്ലിനെയും അയാളുടെ നായയെയും നാൻസി പോവാൻ അനുവദിച്ചില്ല. ഒലിവറിനോട് സഹതാപം തോന്നിയ നാൻസി ആ കുട്ടിയെ വെറുതെ വിട്ടേക്കുമെന്നാണ് ബില്ലിനോട് പറഞ്ഞത്. അതോടെ അയാൾ നാൻസിയെ അടിച്ചു വീഴ്ത്തി ഒലിവറിന് പിന്നാലെ പോവുക തന്നെ ചെയ്തു. ഇതേ സമയം തന്നെ ഒലിവറിനെ ഫാഗിനും സംഘവും പിടികൂടി കഴിഞ്ഞിരുന്നു. വീണ്ടും വീട്ടിലേക്ക് തിരികെ എത്തിച്ച് ഫാഗിൻ അവനെ തല്ലാൻ തുടങ്ങിയപ്പോൾ നാൻസി അയാളെ തടഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഇവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അവൻ എവിടേക്കെങ്കിലും പോയിക്കൊള്ളട്ടെ. ചെയ്യാത്ത കുറ്റത്തിന് ഇവനെ കള്ളനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളാണ് ഇവനെ കളവ് പഠിപ്പിച്ചത്. ഇവന്റെ പ്രായത്തിൽ നിങ്ങൾ എന്നെയും കളവ് പഠിപ്പിച്ചു. ഇനി മരിക്കുന്നത് വരെ ഞാനൊരു കള്ളിയാണ്. ആ ഗതി ഈ കുട്ടിക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നാൻസി തൻ്റെ ദേഷ്യമെല്ലാം ഫാഗിനോട് തീർത്തപ്പോൾ ബിൽ അവളെ പിടിച്ചു മാറ്റി. ശേഷം ആ കുട്ടികൾ ഒലിവറിന്റെ പുതിയ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി അവനെ മറ്റൊരു മുറിയിൽ പൂട്ടിയിട്ടു. പിറ്റേന്ന് ഭക്ഷണവുമായി അവൻ അരികിലേക്ക് വന്ന് കുറച്ച് കാര്യങ്ങൾ ഫാഗിൻ അവനോട് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് നിനക്കറിയാമോ? നന്ദികേടാണത്. നീ അതല്ലേ ഞങ്ങളോട് കാണിച്ചത്? അതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെയൊക്കെ പെരുമാറിയത്. നിന്നെപ്പോലെ മുൻപും ഒരു കുട്ടി ഇവിടെ നിന്ന് ഓടിപ്പോയി പോലീസുകാരോടെല്ലാം പറഞ്ഞു. പക്ഷെ അവരെന്താണ് അവനോട് ചെയ്തത് എന്നറിയാമോ? തെരുവിന് നടുവിൽ അവരവനെ തൂക്കിലേറ്റി. തൂക്കി കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ എന്തവസ്ഥയാണല്ലേ? ഫാഗിൻ ഇതൊക്കെ പറഞ്ഞത് താനിനി വീണ്ടും ഓടിപ്പോവാതിരിക്കാനാണ് എന്ന് ഒലിവറിനറിയാമായിരുന്നു. എങ്കിലും പിന്നീട് ഫാഗിൻ അവനെ പൂട്ടിയിട്ടില്ല. ഇതേ കാര്യങ്ങൾ വീണ്ടും ഫാഗിൻ ആ കുട്ടികളെ കൊണ്ടും അവനോട് പറയിച്ചു. കുറച്ചുനാൾ നമ്മൾ ഫാഗിനൊപ്പം നിന്നാൽ നീ താമസിച്ച പോലൊരു വലിയ വീട് നമുക്കും വെക്കാൻ കഴിയുമെന്നാണ് ജാക്ക് പറഞ്ഞത്. അങ്ങനെ ഫാഗിനും കുട്ടികളും അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒലിവറിനെ നഗരത്തിൽ തന്നെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് തോന്നിയ ഫാഗിൻ അവനെ നാൻസിക്കൊപ്പം ബില്ലിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. നാൻസിക്കാകട്ടെ അവനെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും താനത് ചെയ്താൽ ബിൽ തന്നെ ഉപദ്രവിക്കുമെന്നറിയാവുന്നതുകൊണ്ടാവും സുരക്ഷിതമായ അവൾ ഒലിവറിനെ ബില്ലിനടുത്തേക്ക് എത്തിക്കുക തന്നെ ചെയ്തു. പക്ഷേ ഫാഗിനെ പോലെ സൗമ്യമായല്ല ബിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അയാൾ തൻ്റെ തോക്ക് അവന് നേരെ ചൂണ്ടി, നീ എന്തെങ്കിലും ആരോടെങ്കിലും പറയുകയോ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഇതിലെ വെടിയുണ്ട നിന്റെ തലയിലിരിക്കുമെന്ന് അയാൾ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി. ശേഷം അയാൾ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തൻ്റെ കൂട്ടാളിയായ ടോബി ക്രാക്കറ്റിനടുത്തേക്കാണ്. ഒലിവറിന്റെ കാര്യത്തിൽ ഇരുവർക്കും ചില പദ്ധതികളുണ്ടായിരുന്നു. അവനെയുമായി അവർ പോകുന്നത് പെൻഡോവില്ലിലെ ബ്രൗൺലോയുടെ വീട്ടിലേക്കാണ്. അവരുടെ ഉദ്ദേശം മനസ്സിലാക്കി ഞാൻ വരില്ല എന്ന് ഒലിവർ പറഞ്ഞുവെങ്കിലും വീണ്ടും ബില്ലവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ആ വീട് നന്നേ പരിചിതമായ ഒലിവറിനെ ഉപയോഗിച്ച് ആ വീട്ടിൽ കവർച്ച നടത്തുകയായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം. ഇനി പിടിക്കപ്പെട്ടാൽ ഒലിവർ ഒരു കള്ളനാണെന്ന് ബ്രൗൺലോ വിശ്വസിച്ചു കൊള്ളുമെന്നും അവൻ പിന്നെ എന്ത് പറഞ്ഞാലും അയാൾ വിശ്വസിക്കില്ല എന്നും ബിൽ മനസ്സിൽ കണ്ടിരുന്നു. അങ്ങനെ അവർ ആ വീടിന്റെ മതിൽ ചാടിക്കടന്നകത്തേക്കെത്തി. അപ്പോഴും എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കരുത് എന്ന് ഒലിവർ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ബിൽ അവന് നേരെ തോക്ക് ചൂണ്ടി അവനെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോയി. ശേഷം ആ ചെറിയ ജനൽപ്പാളി തുറന്ന് അവർ ഒലിവറിനെ അകത്തേക്ക് കടത്തിവിട്ടു. വേഗം ഓടിയവൻ മുകളിലെ നിലയിലേക്ക് കയറാൻ തുടങ്ങിയെങ്കിലും ബിൽ അവന് നേരെ തോക്ക് ചൂണ്ടി ശബ്ദമുണ്ടാക്കിയാൽ ഞാൻ വെടിവെക്കുമെന്നും വേഗം വാതിലിലെ പൂട്ട് തുറക്കാനും ആവശ്യപ്പെട്ടു. അയാളത് ചെയ്യുമെന്നറിയാവുന്ന ഒലിവർ ഒരു കസേര വലിച്ചിട്ട് ആ വാതിൽ തുറന്നപ്പോഴേക്കും മിസ്സിസ് ബെഡ്വിൻ ഉണർന്നിരുന്നു. പിന്നാലെ ശബ്ദം കേട്ട് മുകളിലെ നിലയിൽ നിന്ന് ബ്രൗൺലോയും പുറത്തേക്കെത്തിയപ്പോൾ എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഒലിവർ അയാൾക്കടുത്തേക്ക് ഓടിയതും ബിൽ അവനെ വെടിവെച്ചിട്ടു. കൈക്ക് വെടിയേറ്റ് ഒലിവറിനെയും എടുത്തവരോട് ഒന്ന് രക്ഷപ്പെടുമ്പോൾ ഞെട്ടിത്തരിച്ചു നിന്ന ബ്രൗൺലോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വേഗം തന്നെ ബില്ലും ടോബിയും ഒലിവറിനെയുമായി ആ മതിൽ ചാടിക്കടന്ന് പുറത്തേക്കെത്തി. എന്നാൽ കോരിച്ചൊരിയുന്ന ആ മഴയിൽ ആ വഴുതിക്കിടന്ന മൺവഴിയിലൂടെ ഓടുന്നതിനിടയ്ക്ക് ബില്ല് കാൽ തെറ്റി കുത്തി ഒഴുകുന്ന ആ പുഴയിലേക്ക് വീണു. എന്തായാലും ടോബി അയാളെ രക്ഷിക്കാനായി ആ പുഴയിലേക്ക് എടുത്ത് ചാടിയില്ല. അയാൾ വേഗം തന്നെ ഒലിവറിനെയുമായി ഫാഗിന്റെ അടുത്തേക്കെത്തി. ചോര വാർന്നൊഴുകുന്ന ഒലിവറിനെ കണ്ടയുടനെ ഫാഗിനും നാൻസിയും അവനെ ആ കസേരയിലിരുത്തി കയ്യിലെ ആ മുറിവ് പരിചരിക്കാൻ ആരംഭിച്ചു. മുറിവെല്ലാം വെച്ച് കിട്ടിയ ശേഷം നടന്ന സംഭവങ്ങളെല്ലാം ഫാഗിൻ ടോബിയോട് ചോദിച്ചറിഞ്ഞു. ബില്ല് ഒഴുകിപ്പോയോ എന്ന് ഫാഗിൻ ചോദിച്ചപ്പോൾ അവൻ നീന്തി കയറിക്കൊള്ളുമെന്നാണ് ടോബി പറഞ്ഞത്. ബില്ലാകട്ടെ ഇതിനോടകം നീന്തി കയറിയിരുന്നു. പക്ഷേ ആ സംഭവത്തോടെ അയാൾക്ക് കലശലായ പനി ബാധിച്ചിരുന്നു. എങ്കിലും അയാൾ അടിയന്തരമായി ഫാഗിനെ അയാൾക്കടുത്തേക്ക് വിളിപ്പിച്ചു. ആ ചെക്കൻ ശരിയാവില്ല, ഒരു പഴുത് കിട്ടിയാൽ അവൻ രക്ഷപ്പെടും. നമ്മളെക്കുറിച്ച് എല്ലാം അവൻ പുറത്തു പറയും. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് അപകടമാണ്. അവനെ അങ്ങ് കൊന്നുകളയാമെന്ന് ബില്ല് പറഞ്ഞപ്പോൾ ഫാഗിന് അതിന് മനസ്സ് വന്നില്ല. അവനൊരു പാവം കുട്ടിയല്ലേ,
പോരാത്തതിന് കൈക്കും വലിയ മുറിവ് പറ്റിയിരിക്കുന്നു. അവനെ കൊല്ലുമൊന്നും വേണ്ട എന്ന് ഫാഗിൻ പറഞ്ഞുവെങ്കിലും ബില്ല് അത് സമ്മതിച്ചില്ല. ഒലിവറിനെ കൊല്ലാതെ തനിക്ക് ഉറക്കം കിട്ടില്ല എന്ന് അയാൾക്കറിയാമായിരുന്നു. ബില്ലിനോട് ഒരുപാട് എതിർത്ത് നിൽക്കാൻ ഫാഗിനും കഴിഞ്ഞില്ല. പക്ഷേ ബില്ലും ഫാഗിനും സംസാരിച്ചതെല്ലാം നാൻസി കേൾക്കുന്നുണ്ടായിരുന്നു. ഫാഗിൻ അവിടെ നിന്ന് പോയ പിന്നാലെ കാപ്പിയിൽ ഉറങ്ങാനുള്ള മരുന്ന് കലർത്തി നൽകി ബില്ലിനെ ഉറക്കിക്കിടത്തി ബ്രൗൺലോയുടെ വീട്ടിലേക്കാണ് അവൾ പോയത്. കാര്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറഞ്ഞ് ഒലിവറിനെ രക്ഷിക്കണമെന്ന് കരുതിയാണ് അവൾ അവിടേക്ക് എത്തിയതെങ്കിലും നിർഭാഗ്യവശാൽ ബ്രൗൺലോ വീട്ടിലുണ്ടായിരുന്നില്ല. ഒലിവറിനെ കുറിച്ചാണ് തനിക്ക് പറയാനുള്ളത് എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ സുരക്ഷിതനായിരിക്കുന്നോ എന്നാണ് മിസ്സിസ് ബെഡ്വിൻ ചോദിച്ചത്. ഒലിവറിന് കുഴപ്പമൊന്നുമില്ല എന്നും അവനൊരു കള്ളനല്ല, നിരപരാധിയാണ് എന്നും നാൻസി അവരെ അറിയിച്ചു. ഒപ്പം ഒരു കാര്യം കൂടി നാൻസി അവരോട് പറഞ്ഞു. ഞാൻ നാളെ രാത്രി ലണ്ടൻ ബ്രിഡ്ജിൽ കാത്തു നിൽക്കും. മിസ്റ്റർ ബ്രൗൺലോയോട് അവിടേക്ക് വരാൻ പറയണം. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ അറിയിക്കാനുണ്ട്. നാളെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിനടുത്ത രാത്രി, അന്നും കഴിഞ്ഞില്ല എങ്കിൽ അതിനടുത്ത രാത്രി എനിക്ക് അദ്ദേഹത്തെ കണ്ടേ മതിയാവൂ എന്ന് പറഞ്ഞ് നാൻസി അവിടെ നിന്ന് മടങ്ങി. ഇതേ സമയം ബില്ല് അവനെ കൊല്ലാൻ പോവുകയാണെന്നറിയാവുന്ന ഫാഗിൻ ഒലിവറിന്റെ മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുകയായിരുന്നു. മരുന്ന് വെച്ച ശേഷം ഒലിവർ അയാളോട് നന്ദി പറഞ്ഞു. നിങ്ങളുടെ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ഒലിവർ പറഞ്ഞപ്പോൾ ഫാഗിന് മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേന്ന് അർദ്ധരാത്രിയായിട്ടും ഫാഗിനും ബില്ലും സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നാൻസിക്ക് ബ്രൗൺലോയെ കാണാൻ പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഒടുവിൽ എന്തും വരട്ടെ എന്ന് കരുതി അവൾ പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോൾ ബില്ല് അവളെ തടഞ്ഞു. ഈ നേരത്ത് നീ എവിടെ പോവുകയാണെന്നുള്ള ബില്ലിന്റെ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഞാൻ വേഗം മടങ്ങി വരാമെന്ന് മറ്റും അവൾ പറഞ്ഞുവെങ്കിലും ബില്ലിനെ വിശ്വസിപ്പിക്കാവുന്ന ഒരു കാരണവും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ നാൻസി അയാളോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ നിന്നെ ഒരു കാരണവശാലും ഞാൻ പുറത്തേക്ക് വിടില്ല എന്ന് ബില്ല് വാശി പിടിച്ചു. ഇരുവരും തമ്മിൽ വലിയ വഴക്കുണ്ടായെങ്കിലും ബില്ല് തന്നെ ഒടുവിൽ ജയിച്ചു. തന്റെ പിടിവാശി വിജയിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു ബില്ലെങ്കിലും നാൻസിയുടെ പെരുമാറ്റത്തിൽ ഫാഗിന് പല സംശയങ്ങളും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ നാൻസി എവിടെയൊക്കെ പോകുന്നുവെന്നും ആരോടൊക്കെ സംസാരിക്കുന്നുവെന്നും അറിയാൻ ഫാഗിൻ ജാക്കിനെ ചുമതലപ്പെടുത്തി. പിറ്റേന്ന് അർദ്ധരാത്രിയും നാൻസി പറഞ്ഞതുപോലെ ബ്രൗൺലോ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് എത്തി. അപ്പോഴേക്കും ബില്ലിന്റെ കണ്ണു വെട്ടിച്ച് നാൻസിയും അവിടേക്ക് എത്തിയിരുന്നു. ആരെങ്കിലും തന്നെ പിന്തുടർന്നേക്കുമെന്ന് സംശയിച്ചിരുന്ന നാൻസി ബ്രൗൺലോയെ ആ പാലത്തിന് ചുവട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. ഒലിവർ ഫാഗിൻ എന്നൊരു ചെകുത്താന്റെ പിടിയിലാണ് എന്നും ഫാഗിൻ അവനെ ഒരു മോഷ്ടാവാക്കുമെന്നും താൻ ഉൾപ്പെടെ ഒരുപാട് കുട്ടികളുടെ ജീവിതം അയാൾ അങ്ങനെ തകർത്തിട്ടുണ്ട് എന്നും ഒപ്പം ഈ വിവരം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്നും താനാണ് ഈ വിവരം തന്നതെന്ന് ആരോടും പറയരുത് എന്നും പറഞ്ഞ നാൻസി മനഃപൂർവ്വം തന്റെ കാമുകനായ ബില്ലിന്റെ പേര് മാത്രം ബ്രൗൺലോയോട് പറഞ്ഞില്ല. എന്നാൽ ഇതെല്ലാം നാൻസിയെ പിന്തുടർന്ന് അവിടേക്ക് വന്ന ജാക്ക് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല. ഇക്കാര്യങ്ങളെല്ലാം കേട്ട ജാക്ക് വേഗം തന്നെ ഇതെല്ലാം ഫാഗിനെയും ബില്ലിനെയും അറിയിച്ചു. നാൻസി തങ്ങളെ ഒറ്റുകയാണെന്നറിഞ്ഞ ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയ ബില്ലിനെ ഫാഗിൻ തടയാൻ ശ്രമിച്ചു. കാരണം അയാൾ നാൻസിയെ ഉപദ്രവിച്ചേക്കുമെന്ന് ഫാഗിൻ അറിയാമായിരുന്നു. പക്ഷേ ബില്ല് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുക തന്നെ ചെയ്തു. ഇതേ സമയം ബ്രൗൺലോ പോലീസിനടുത്തേക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായതോടെ ഫാഗിനും കുട്ടികളും തങ്ങളുടെ സാധനങ്ങളൊക്കെ പെറുക്കിക്കെട്ടി വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. കുട്ടികളെയെല്ലാം ആദ്യം പുറത്തിറക്കിയ ശേഷം ഫാഗിൻ ഉറങ്ങിക്കിടന്ന ഒലിവറിനെയും വിളിച്ച് വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതേ സമയം ബില്ല് തന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ബ്രൗൺലോയെ കണ്ട ശേഷം മടങ്ങിയെത്തി നാൻസി ഉറങ്ങാൻ കിടന്നിരുന്നു. ബില്ലിനെ കണ്ട് എഴുന്നേറ്റ് നാൻസിക്ക് അയാളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അയാൾ എന്തൊക്കെയോ അറിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലായി. ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞില്ല എന്ന് നാൻസി പറഞ്ഞുവെങ്കിലും അടക്കാനാവാത്ത ദേഷ്യമുണ്ടായിരുന്ന ബില്ല് അവളെ വലിച്ച് നിലത്തിട്ട് തന്റെ കയ്യിലെ വടികൊണ്ട് അവളുടെ തലക്കടിച്ചു. ഇതിനെല്ലാം സാക്ഷിയായി ആ വീട്ടിൽ ബുൾസൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് നാൻസിയെ വിളിക്കാനായി അവിടേക്കെത്തിയ ബെറ്റാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവളുടെ ശരീരം കാണുന്നത്. സ്പിറ്റൽ ഫീൽഡ്സിലെ ആ വീട്ടിൽ നടന്ന കൊലപാതകത്തിന്റെ വാർത്ത നഗരത്തിൽ കാട്ടുതീ പോലെ പടർന്നു. ബിൽ എന്നറിയപ്പെടുന്ന വില്യം സൈക്സ് എന്ന കുറ്റവാളി കാമുകിയായ നാൻസിയെ ക്രൂരമായി കൊന്നുവെന്നും സംഭവത്തിന് ഒലിവർ എന്ന ബാലന്റെ തിരോധാനവുമായി ബന്ധമുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നുവെന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഫാഗിനു വേണ്ടിയും വില്യം സൈക്സിനു വേണ്ടിയും നഗരത്തിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുമുള്ള വാർത്ത ടോബി ഫാഗിനെ വായിച്ചു കേൾപ്പിച്ചു. ഇതോടൊപ്പം ബില്ലിനെ തിരിച്ചറിയാനായി അയാൾ എപ്പോഴും വെളുത്ത വലിയൊരു നായയോടൊപ്പമാണ് നടക്കുന്നത് എന്നും പത്രത്തിലുണ്ടായിരുന്നു. നഗരത്തിലാകെ ബില്ലിനെയും അയാളുടെ നായയെയും തിരിഞ്ഞുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇനിയും നഗരത്തിൽ നിൽക്കുന്നത് ശരിയാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ബില്ലാകട്ടെ ഫാഗിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങി പാരീസിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരുന്നു.
പക്ഷെ അതിനു മുൻപ് അയാൾക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. തൻ്റെ ഒപ്പം ബുൾസയെ കണ്ടാൽ ആളുകൾ തന്നെ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കിയ ബില്ല് അവനെ കൊന്ന് കനാലിൽ താഴ്ത്താൻ തീരുമാനിച്ചു. പക്ഷെ ആ അപകടമണത്ത ബുൾസയാകട്ടെ ബില്ല് തന്നെ കയറിൽ കുരുക്കാൻ തുടങ്ങുമ്പോൾ അയാളെ ആക്രമിച്ച് അവിടെ നിന്ന് ദൂരേക്ക് ഓടി രക്ഷപ്പെട്ടു. ബുൾസൈ അവിടെ നിന്ന് ഓടിയെത്തുന്നത് നഗരത്തിലെ തിരക്കുള്ളൊരു മദ്യശാലയ്ക്ക് മുന്നിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ആ മനുഷ്യർ പെട്ടെന്ന് തന്നെ ആ നായയെ തിരിച്ചറിഞ്ഞു. ബുൾസൈ ആകട്ടെ ആ മനുഷ്യരെ എവിടേക്കോ വഴി കാണിച്ചു. ഇതേ സമയം തന്നെ ബില്ല് ഫാഗിൻ്റെയും കൂട്ടരുടെയും ഒളിസംഘത്തിലേക്ക് എത്തിയിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്തവർ ബുൾസയുടെ കുര കേൾക്കുന്നത്. എന്നാൽ അവൻ ഒറ്റയ്ക്കായിരുന്നില്ല അവിടേക്ക് വന്നത്. പോലീസുകാരെയും ഒരു വലിയ ജനക്കൂട്ടത്തെയുമായാണ് ബുൾസൈ അവിടേക്ക് എത്തിയത്. ഇതോടെ ഒലിവറിനെ വെച്ച് വിലപേശാൻ ബില്ല് തീരുമാനിച്ചപ്പോൾ ഫാഗിന് ഇത് തടഞ്ഞുവെങ്കിലും ബില്ല് അവനെയുമായി ആ ജനാലയിലൂടെ പുറത്തേക്ക് ഇറങ്ങുക തന്നെ ചെയ്തു. ആ വലിയ കെട്ടിടത്തിന്റെ മേൽക്കൂരയിലൂടെ ഒലിവറിനെയുമായി ബില്ല് നടന്നു നീങ്ങുമ്പോൾ ആ കുട്ടിയെ വെറുതെ വിടാൻ താഴെ നിന്ന് ആളുകൾ ആക്രോശിക്കുന്നുണ്ട്. പോലീസുകാർ ബില്ലിന് നേരെ വെടിവെച്ചതോടെ ഒലിവറിനെ താൻ താഴേക്കെറിയുമെന്ന് ബില്ല് ഭീഷണി മുഴക്കി. അങ്ങനെ ബില്ല് ഒലിവറിനെയുമായി ആ മേൽക്കൂരയുടെ മുകളിലൂടെ കയറി അപ്പുറത്തെത്തി 2 കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ പാലത്തിലേക്ക് ചാടി. പോലീസുകാർ അപ്പോഴും അവരെ പിന്തുടരുകയും ഇടയ്ക്ക് നിറയൊഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അടുത്ത കെട്ടിടത്തിലേക്ക് എത്തിയ ബില്ലിന് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് പോകണമെങ്കിൽ ഒരു വലിയ വടത്തിൽ തൂങ്ങി അപ്പുറത്തേക്ക് ചാടണമായിരുന്നു. 2 കെട്ടിടങ്ങൾക്കിടയിലും ഒരു കനാലുള്ളത് കൊണ്ട് തന്നെ ആ കെട്ടിടങ്ങൾ തമ്മിൽ നല്ല ദൂരമുണ്ടായിരുന്നു. എങ്കിലും മറ്റു വഴികളില്ലാതെ ആ കയർ തന്റെ ശരീരത്ത് കെട്ടി ഒലിവറിനെയും എടുത്ത് അയാൾ അപ്പുറത്തെ കെട്ടിടത്തിലേക്ക് ചാടിക്കടക്കുക തന്നെ ചെയ്തു. പക്ഷേ ഒലിവറിനെ അവിടെ നിർത്തി ദേഹത്ത് കെട്ടിയ കയറഴിക്കുന്ന വഴിക്ക് ബുൾസൈ അവിടെ നിന്ന് കുരച്ചതും ബില്ലിന്റെ കാൽ വഴുതി. ദേഹത്ത് കെട്ടിയിരുന്ന കയർ അയാളുടെ കഴുത്തിൽ കുരുങ്ങി. ആ ദുഷ്ടന്റെ മരണത്തിൽ താഴെ നിന്നിരുന്ന മനുഷ്യർ സന്തോഷിച്ചാർത്ത് വിളിച്ചു. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒലിവർ ഇപ്പോൾ ബ്രൗൺലോയ്ക്കും മിസ്സിസ് ബെഡ്വിനും ഒപ്പമാണ്. ഒന്നിനും അവന് ഒരു കുറവുമില്ല. പുസ്തകങ്ങൾ വായിക്കുന്നതാണ് അവൻ്റെ പുതിയ വിനോദം. പക്ഷെ എന്തോ ഒരു ദുഃഖം അവനെ അലട്ടിയിരുന്നു. എന്താണത് എന്ന് മിസ്സിസ് ബെഡ്വിൻ ചോദിച്ചറിഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം ബ്രൗൺലോ അവനെയുമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ പാർപ്പിക്കുന്ന ആ ജയിലിലേക്കെത്തി. അവിടെ ഏകാന്ത തടവുകാരനായ ആ ഇരുണ്ട മുറിയിൽ ഫാഗിനുണ്ടായിരുന്നു. നന്നേ ഭയന്ന് ഭ്രാന്തമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ഇടയ്ക്ക് ദൈവത്തെ വിളിക്കുന്നു. ശേഷം ആരുടെയും മുഖത്ത് പോലും നോക്കാതെ അയാളൊരിടത്ത് ചുരുണ്ടുകൂടിയിരുന്നു. പക്ഷേ ഒലിവറാണ് അവിടേക്ക് വന്നത് എന്ന് കണ്ടപ്പോൾ അയാൾ വിങ്ങി പൊട്ടിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ശേഷം അയാൾ അവനോട് ചോദിച്ചു, നമ്മുടെ ആ സ്വർണ്ണപ്പെട്ടി നീ ഓർക്കുന്നില്ലേ? ഞാൻ നമ്മുടെ വീടിൻ്റെ ചിമ്മിനിയിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. നീ അത് എടുത്തുകൊള്ളണമെന്ന് അയാൾ അവനോട് പറഞ്ഞു. താനത് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ ശേഷം ഒലിവർ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വീണ്ടും ഫാഗിൻ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ ഇദ്ദേഹത്തെ വെറുതെ വിട്ടുകൂടെ എന്ന് അവൻ ആ പോലീസുകാരോട് ചോദിച്ചുവെങ്കിലും അതിനവർക്ക് കഴിയുമായിരുന്നില്ല. ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അയാൾ അനുഭവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ശേഷം ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒലിവറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാരണം അവനോട് കനിവ് കാണിച്ച, വിശന്നപ്പോൾ സ്നേഹത്തോടെ ഭക്ഷണം കൊടുത്ത വളരെ കുറച്ച് മനുഷ്യരിൽ ഒരാളായിരുന്നു അയാൾ. കുതിരവണ്ടി അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ തെരുവിന് നടുവിലായി ഫാഗിനായുള്ള കഴിമരം തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു.